അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ജോബ് ഡിസൈൻ. ഒരു കമ്പനിയിൽ നമ്മൾ ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ജോബ് ഡിസൈൻ എന്നുള്ളത് മിസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എന്താണ് ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പെസിഫിക്കേഷൻ ഓഫ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സ്പെസിഫൈയിങ് വാട്ട് ഓൾ ആർ ദ ടാസ്ക്, എന്തൊക്കെയാണ് ജോലികൾ, വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോർ പെർഫോമിങ് സച്ച് ടാസ്ക്, ആ ജോലികൾ ചെയ്യാനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്, ആൻഡ് ദ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയി, എംപ്ലോയർ, സബോർഡിനേറ്റ്സ് ആൻഡ് സുപ്പീരിയേഴ്സ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതെല്ലാം സ്പെസിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ജോബ് ഡിസൈൻ. അപ്പോൾ ഒരു കമ്പനിയിൽ ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ജോബ് ഡിസൈൻ ഈസ് മെയിൻലി ഡിവൈഡഡ് ഇൻടു 3: ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആൻഡ് ബിഹേവിയറൽ ഫാക്ടേഴ്സ്. മൂന്നായിട്ട് തിരിച്ചേക്കണേ. ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്, ദ ഫാക്ടേഴ്സ് വിച്ച് ആർ ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ, വിത്തിൻ ദ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. തേർഡ് വൺ ഈസ് ബിഹേവിയറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്ന് ഓർഗനൈസേഷൻ, എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. ഇങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചേക്കുന്നത്. നമുക്ക് 1 by 1 ഓരോന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്. അതിൽ ഒന്നാമത്തെയാണ് വർക്ക് നേച്ചർ. ദ മെയിൻ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ ജോബ് ഡിസൈൻ ഈസ് ദ നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വർക്ക്. ആ ഒരു കമ്പനിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ നേച്ചർ എന്താണ്, സ്വഭാവം എന്താണ്, അതിൻ്റെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ കമ്പനിയിലെ വർക്ക് ഡിസൈൻ നമ്മൾ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ എ കമ്പനി, ദ വർക്ക് ഓഫ് എ കമ്പനി ഇൻവോൾവ്സ് മെനി എലമെൻറ്റ്സ് ഓർ ടാസ്ക്. ഒരു കമ്പനിയിലെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. ഈ എലമെൻറ്റ്സിനെ മൊത്തം മസ്റ്റ് ബി കമ്പൈൻഡ് ടു എ പെർട്ടിക്കുലർ ടാസ്ക്. ഇറ്റ് ഈസ് ദ ജോബ് ഡിസൈൻ ദാറ്റ് കമ്പൈൻസ് ഓൾ ദ എലമെൻറ്റ്സ് ഇൻ ടു എ പെർട്ടിക്കുലർ ജോബ്. ഒരു പെർട്ടിക്കുലർ ജോബിലേക്ക് ഈ ഫാക്ടേഴ്സിനെല്ലാം കമ്പൈൻ ചെയ്യണത് ആരായിരിക്കും, ജോബ് ഡിസൈൻ ചെയ്യുമ്പോഴാണ് അത് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ആർ ദ ടാസ്ക് ഓർ എലമെൻറ്റ്സ് ഓഫ് ആൻ വർക്ക്. ഒരു വർക്കിൻ്റെ ടാസ്ക് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലാനിങ്, എക്സിക്യൂഷൻ ആൻഡ് കൺട്രോളിങ്. ഫ്രം ദ ഫസ്റ്റ് സെം ഓൺവേർഡ്സ് യു നോ വാട്ട് ഈസ് പ്ലാനിങ്, എക്സിക്യൂഷൻ ആൻഡ് കൺട്രോൾ. എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ, പ്ലാനിങ് ഈസ് ദ selection of the best alternative from the best one from the alternatives. നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് ഓൾട്ടർനേറ്റീവിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് വണ്ണിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്ലാനിങ് മീൻസ് തിങ്കിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ബി ഡൺ, വെൻ ടു ബി ഡൺ ആൻഡ് ഹൗ ടു ഡു ഇറ്റ്. ഒരു ജോബ് എപ്പോൾ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് മുന്നേ കൂട്ടി തീരുമാനിക്കണേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണേ, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. സോ സെക്കൻഡ് എലമെൻറ്റ് ഈസ് എക്സിക്യൂഷൻ. ആഫ്റ്റർ പ്ലാൻ, നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. എക്സിക്യൂഷൻ മീൻസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി പ്ലാൻ. നമ്മൾ മുന്നേ കൂട്ടി തീരുമാനിച്ച് വെച്ചതിനെ നടപ്പിലാക്കുന്നതാണ് എക്സിക്യൂഷൻ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എലമെൻറ്റ് ഈസ് കൺട്രോളിങ്. കൺട്രോളിങ് എന്താണ്, കൺട്രോളിങ് ഈസ് ദ കമ്പയറിങ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ പ്ലാൻ. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എന്ന്. അപ്പോൾ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. എന്തെങ്കിലും നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിപ്പോർട്ടഡ് ടു മാനേജ്മെൻറ്റ്. ആരെ അറിയിക്കും, മാനേജ്മെൻറ്റിനെ അറിയിക്കും. അങ്ങനെ കറക്റ്റീവ് ആക്ഷൻ എടുക്കും. ഓക്കെ, അതാണ് വർക്ക് നേച്ചർ. ദറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അഫക്റ്റിംഗ് ജോബ് ഡിസൈൻ. സെക്കൻഡ് വൺ ഈസ് എർഗണോമിക്സ്. എക്കണോമിക്സ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ, ബട്ട് എർഗണോമിക്സ് ഈസ് എ ന്യൂ ടേം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. എന്താണ് എർഗണോമിക്സ് എന്ന് പറഞ്ഞാൽ, എ സ്റ്റഡി ഓഫ് എഫിഷ്യൻസി ഓഫ് പീപ്പിൾ അറ്റ് ദെയർ വർക്കിംഗ് എൻവയോൺമെൻറ്റ്സ്.
ഒരു വ്യക്തി വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റിൽ അയാളുടെ എഫിഷ്യൻസിനെ പറ്റി പഠിക്കുന്നതിന് വിളിക്കുന്നതാണ് എർഗണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ സ്റ്റഡി ഓഫ് എന്തിൻ്റെ സ്റ്റഡിയാണ്? എഫിഷ്യൻസി ഓഫ് പീപ്പിൾ അറ്റ് ദയർ വർക്കിംഗ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ജോബ് ഡിസൈൻ മസ്റ്റ് കൺസിഡർ ദീസ് എർഗണോമിക്സ്. എന്തുകൊണ്ടാണ്? ജോബ് മസ്റ്റ് ബി ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ the physical abilities of the worker and the decision making power should be considered while designing a job. ഒരു ജോബ് എടുക്കുമ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യാനുള്ള എംപ്ലോയീസിൻ്റെ ഫിസിക്കൽ എബിലിറ്റി, ഇപ്പോൾ ഒരുപാട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യേണ്ട ജോലിയാണെങ്കിൽ അതിൽ എംപ്ലോയ് ചെയ്യുന്ന എല്ലാ വർക്കേഴ്സിനും അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ അവർക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടേ എന്ത് ചെയ്യാവൂ? ജോബ് ഡിസൈൻ ചെയ്യാവുള്ളൂ. എങ്കിൽ മാത്രമേ ദെയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി വിൽ ബി ഇൻക്രീസ്ഡ്. ആ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. തേർഡ് വൺ ഈസ് വർക്ക് ഫ്ലോ. ഹിയർ ഫ്ലോ മീൻസ് സീക്വൻസ് ഓഫ് വർക്ക്. അതിനെയാണ് വർക്ക് ഫ്ലോ എന്ന് പറയണേ. ദ ടൈപ്പ് ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ദ ടൈപ്പ് ഓഫ് ദ സർവീസ് ഡിറ്റർമിൻസ് ദ സീക്വൻസ് ഓഫ് വർക്ക് ടു ബി ഡൺ ഇൻ ആൻ ഓർഗനൈസേഷൻ. നമ്മൾ ആ ഓർഗനൈസേഷനിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ നേച്ചർ എന്താണ്, ടൈപ്പ് എന്താണ്, അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന സർവീസിൻ്റെ ടൈപ്പ് എന്താണ്, അതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ആ കമ്പനിയിലെ സീക്വൻസ് ഓഫ് വർക്ക് നമ്മൾ ഡിസൈൻ ചെയ്യണത്. സോ ദർ മസ്റ്റ് ബി എ ബാലൻസ് ബിറ്റ്വീൻ ദ പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ്സ്. അവിടെ ചെയ്യുന്ന പ്രോഡക്റ്റുകളും സർവീസും അതിൻ്റെ പ്രോസസ്സും തമ്മിൽ എ പ്രോപ്പർ ബാലൻസ് ഉണ്ടായിരിക്കണം. And this is given by job design. The last is work practices. Here organization culture decides the way by which each task to be done. ഓരോ വർക്കും അല്ലെങ്കിൽ ഓരോ ടാസ്കും ഏത് വേയിൽ ഏത് രീതിയിൽ ചെയ്യണം എന്ന് കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? വർക്ക് പ്രാക്ടീസസ് എന്ന് പറയണത്. അത് ഓർഗനൈസേഷൻ കൾച്ചറാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ദ പ്രാക്ടീസസ് ഹിയർ മീൻസ് ദ മെത്തേഡ്സ് ഓർ സിസ്റ്റംസ് ഫോളോഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഫോർ ക്യാരിയിങ് ഔട്ട് എ പെർട്ടിക്കുലർ ജോബ്. ഒരു ജോബ് ക്യാരി ഔട്ട് ചെയ്യാൻ ഒരു ഓർഗനൈസേഷനിൽ എടുക്കുന്ന സിസ്റ്റംസ്, ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ, അതിനെ വിളിക്കുന്ന പേരാണ് പ്രാക്ടീസസ്. സോ ഇഫ് ദർ ഈസ് എനി സച്ച് പ്രാക്ടീസസ് പ്രിവെയിലിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ, ദ ജോബ് ഡിസൈൻ ഷുഡ് കൺസിഡർ ദീസ് പ്രാക്ടീസസ്. അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു പർട്ടിക്കുലർ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ആ പ്രാക്ടീസ് കൺസിഡർ ചെയ്തിട്ട് വേണം ജോബ് ഡിസൈൻ ചെയ്യാനായിട്ട്. കിട്ടിയോ? സോ ദീസ് ആർ ദ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ജോബ് ഡിസൈൻ. എന്തൊക്കെയായിരുന്നു? നേച്ചർ ഓഫ് വർക്ക്, പിന്നെ എർഗണോമിക്സ് എന്ന് പറഞ്ഞ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, പിന്നെ വർക്ക് ഫ്ലോ, വർക്ക് പ്രാക്ടീസസ്. ദ സെക്കൻഡ് വൺ ഈസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് മിസ് പറഞ്ഞു എന്താണ്? വിത്തിൻ ദ ഓർഗനൈസേഷൻ അല്ല, ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എംപ്ലോയി അവൈലബിലിറ്റി ആൻഡ് എബിലിറ്റി ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനുള്ള എംപ്ലോയീസ് പ്രോപ്പർ ടൈമിൽ അവൈലബിൾ ആണോ അത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ആൻഡ് ഓൾസോ the skills, talents, knowledge, qualification of the employee should be considered while preparing job design. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എംപ്ലോയീസിൻ്റെ ക്വാളിഫിക്കേഷൻ, എബിലിറ്റി, ടാലൻറ്റ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യേണ്ടത്? ജോബ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് എക്സാമ്പിൾ മിസ് പറയാം. ഇഫ് എ ജോബ് ഡിമാൻഡിങ് ഓർ job is designed over and above the qualification of the employee. നമ്മുടെ എംപ്ലോയിയുടെ കഴിവിനേക്കാൾ എബവ് ഉള്ളൊരു ജോബാണ് നമ്മൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ എംപ്ലോയി വിൽ ബി ഡിക്രീസ്ഡ് ആൻഡ് ദ സെയിം ടൈം എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഓൾസോ ഡിക്രീസ്ഡ്. എന്താ സംഭവിക്കുക? അവരുടെ കഴിവിനേക്കാൾ അപ്പുറമുള്ളൊരു ജോലിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ വിചാരിച്ച സ്റ്റാൻഡേർഡിൽ അവർക്കത് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്നെ ഏൽപ്പിച്ച ജോലി എനിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തുണ്ടാവും? എൻ്റെ ജോബ് സാറ്റിസ്ഫാക്ഷൻ അവിടെ കുറയും. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ബി കൺസിഡേർഡ്. ദ നെക്സ്റ്റ് ഈസ് ദ സോഷ്യോ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ എക്സ്പെക്റ്റേഷൻ.
Here also, nowadays jobs are designed in such a way that employee centered rather than process centered. ഇപ്പോൾ എല്ലാ കമ്പനികളും അവരുടെ ജോബ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എംപ്ലോയി സെൻറ്റേർഡ് ആണ്. പ്രോസസ് സെൻറ്റേർഡോ അല്ലെങ്കിൽ കമ്പനി സെൻറ്റേർഡോ അല്ല, പകരം എങ്ങനെയാണ്? എംപ്ലോയിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ജോബ് ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആൻഡ് ഓൾസോ നമുക്കറിയാം ദ ലിറ്ററസി ലെവൽ ഓഫ് ദ എംപ്ലോയീസ് ആർ വെരി ഇൻക്രീസിങ് നൗ ഡേയ്സ്. ഇപ്പോൾ എംപ്ലോയീസിൻ്റെ ലിറ്ററസി ലെവൽ, എഡ്യൂക്കേഷണൽ ലെവൽ വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ദേ ഡിമാൻഡ് ഓൺലി സച്ച് ജോബ്സ് അക്കോർഡിംഗ് ടു ദെയർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് യോജിക്കുന്ന രീതിയിലുള്ള ജോലി അവർ ഡിമാൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ അതുകൂടെ കൺസിഡർ ചെയ്യണം. ദാറ്റ് ആർ ദ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. കിട്ടിയോ? ദ തേർഡ് ഈസ് ദ ബിഹേവിയറൽ ഫാക്ടേഴ്സ്. ബിഹേവിയറൽ ഫാക്ടേഴ്സ് മീൻസ് ദ ഗീവ് ഇമ്പോർട്ടൻസ് ഫോർ ദി നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദ എംപ്ലോയീസ്. എന്തിനാ പ്രാധാന്യം കൊടുക്കണേ? എംപ്ലോയീസിൻ്റെ നീഡ്സിനും ആവശ്യങ്ങൾക്ക്, അവരുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് നമ്മൾ ജോലി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് എലമെൻറ്റ്സ് ലൈക്ക് ഓട്ടോണമി, ഡൈവേഴ്സിറ്റി ആൻഡ് ഫീഡ്ബാക്ക്. ഒരു എംപ്ലോയിക്ക് സ്വയം ഡിസിഷൻ എടുക്കാനുള്ള കഴിവ്, അതാണ് നമ്മൾ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. കപ്പാസിറ്റി ടു മേക്ക് ഡിസിഷൻസ് ഹിംസെൽഫ്. ഡൈവേഴ്സിറ്റി, ഒരേ ജോലിയല്ലാതെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോബ് കൊടുക്കുക. ഫീഡ്ബാക്ക്, അവരെന്ത് വർക്കാണോ ചെയ്യണേ അതിനുള്ള ഫീഡ്ബാക്ക് കിട്ടാനുള്ള റൈറ്റ്. ഇതൊക്കെയാണ് ഒരാളുടെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് സഹായിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ അവർക്ക് അവരുടെ ദ ജോബ് മസ്റ്റ് ബി ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ സാറ്റിസ്ഫൈസ് ദ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് ദി എംപ്ലോയി. നമ്മുടെ എംപ്ലോയിയുടെ സോഷ്യൽ നീഡ്സിനെയും സൈക്കോളജിക്കൽ നീഡ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ജോബ് ഡിസൈൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? അതാണ് ബിഹേവിയറൽ ഫാക്ടേഴ്സ് എന്ന് പറയണേ. ആൻഡ് ഹിയർ ദ ജോബ് ഡിസൈൻ tries to integrate motivation, satisfaction and performance. എന്തിനൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യണേ? ജോബ് ഡിസൈൻ ഈ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിഹേവിയറൽ ഫാക്ടേഴ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ജോബ് ഡിസൈൻ ചെയ്യണത് മോട്ടിവേഷൻ, സാറ്റിസ്ഫാക്ഷൻ, പെർഫോമൻസ്, ഇതിനെ മൂന്നിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ജോബ് ഡിസൈൻ ചെയ്യണത്. ഇനി നമുക്ക് നോക്കാം അതിൽ മെയിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. സ്റ്റെപ്പുകൾ നോക്കാം. ഫസ്റ്റ് വൺ, employee should work in an open environment than a fearful environment. എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പൺ സ്പേസിലാണ് എംപ്ലോയിക്ക് വർക്ക് ചെയ്യാൻ കൊടുക്കേണ്ടത്, അല്ലാതെ ഒരു ഇരുട്ട് മുറിയിൽ അല്ലെങ്കിൽ ആരും ഇല്ലാതെ പേടി തോന്നുന്ന ഒരവസ്ഥയിൽ എംപ്ലോയി വർക്ക് ചെയ്യരുത്. അപ്പോൾ നമുക്ക് എന്താവും? സാറ്റിസ്ഫാക്ഷൻ കുറയും. അപ്പോൾ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ സ്പേസിലായിരിക്കണം എംപ്ലോയി വർക്ക് ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ, ഹി മസ്റ്റ് റിസീവ് ഫീഡ്ബാക്ക് ഓഫ് വർക്ക് ഹി ഹാസ് ഡൺ. എന്ത് ജോലിയാണോ അയാൾ ചെയ്യുന്നത് അതിൻ്റെ ഫീഡ്ബാക്ക് അയാൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം, അല്ലേ? ഞാനൊരു ടീച്ചറാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പഠിപ്പിക്കുന്നതിന് എൻ്റെ എന്താ പറയുക റിസൾട്ടുകൾ അല്ലെങ്കിൽ ടീച്ചിങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എനിക്ക് എന്ത് ചെയ്യണം? ഒരു ഫീഡ്ബാക്ക് തരണം. യുവർ ക്ലാസ് ഈസ് വെരി ഗുഡ് ഓർ യുവർ ക്ലാസ് ഈസ് നോട്ട് അപ് ടു സ്റ്റാൻഡേർഡ്. അങ്ങനെയുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാം. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിലോ എനിക്കതൊരു മോട്ടിവേഷൻ ആയിരിക്കും. സോ ഏത് എംപ്ലോയിയും അയാൾക്ക് ബേസിക് നീഡാണ് എന്ത്? ചെയ്യുന്ന വർക്കിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുക എന്നുള്ളത്, അത് കൊടുക്കണം. 3, ജോബ് ഷുഡ് ബി ഡൈവേഴ്സിഫൈഡ് ആൻഡ് ഓഫ് വെറൈറ്റി. ഒരേ ജോലി രാവിലെ വരുമ്പോൾ വൈകുന്നേരം വരെ നമ്മളെ ഏൽപ്പിക്കുന്ന ഒരേ ജോലിയാണെങ്കിൽ അത് നമുക്ക് എന്തായിരിക്കും? ഭയങ്കര മനസ്സിന് മടുപ്പായിരിക്കും, അല്ലേ? വൈകുന്നേരം വരെ നമ്മൾ ചെയ്തു, പിറ്റേ ദിവസം ഇപ്പോൾ വീട്ടിലെ അമ്മമാരെങ്കിലും പറഞ്ഞ കേട്ടിട്ടുണ്ടോ അവരുടെ ജീവിതം ഒരു യന്ത്രം പോലെയാണ്, അല്ലേ? എന്താ കാരണം? നമ്മൾ കോളേജിൽ വരണോ, പഠിക്കണോ, കൂട്ടുകാരായിട്ട് വർത്താനം പറയണോ, മിങ്കിൾ ചെയ്യണോ, കുറേ പഠിക്കണോ, കുറേ തല്ലുകൂടണോ, എല്ലാം കൂടെ നമ്മുടെ മിക്സപ്പ് ലൈഫാണ്. അതേസമയം വീട്ടിലിരിക്കുന്ന അമ്മയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. രാവിലെ എണീക്കണ, അടുക്കളയിൽ പണികൾ എടുക്കണോ, അലക്കണോ, അടിച്ചു വാരണോ, തുടയ്ക്കണോ, ഇതെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് കിടന്നുറങ്ങണോ, പിറ്റേ ദിവസം രാവിലെ എണീറ്റാലും എഗെയിൻ ആൾ ചെയ്യുന്ന ജോലി എന്താണ്? സിമിലർ നേച്ചറാണ്, അല്ലേ? ഇറ്റ് വിൽ ക്രിയേറ്റ് മെൻ്റൽ ഡിസാറ്റിസ്ഫാക്ഷൻ ആൻഡ് ബോർഡം. അതേസമയം ഒരു ദിവസം നിങ്ങളൊന്ന് കയറി അമ്മേനെ ഹെൽപ്പ് ചെയ്ത് നോക്കൂ. അപ്പോൾ എന്തായി? എന്നിട്ട് അമ്മേനെ ഒന്ന് മാറിക്കോ, അമ്മ വേറെ എന്തെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ അമ്മ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള വേറെ പണികൾ ചെയ്തോളോ എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ അവിടെ അമ്മയുടെ അന്നത്തെ ദിവസം ഭയങ്കര മുഖം പ്രസന്നമായിരിക്കും. എന്തുകൊണ്ടാണ്? ആ ഡെയിലി റുട്ടീൻ ചെയ്യുന്ന വർക്കിൽ നിന്നും അല്പം ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള ഒരു ജോലി കിട്ടിയതിൻ്റെ സന്തോഷമാണത്, അല്ലേ? ഇത് ഏത് എംപ്ലോയിയും എക്സ്പെക്റ്റ് ചെയ്യണതാണ്.
അല്ലേ? നിങ്ങൾ പണ്ട് ചാർലി ചാപ്ലിൻ്റെ സിനിമകളൊക്കെ കണ്ടാൽ അറിയാം, രാവിലെ തന്നെ അദ്ദേഹം ഫാക്ടറിയിൽ ചെന്നിട്ട് ഒരേ ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു ജോലിയായിരിക്കും ചെയ്യണേ. വൈകുന്നേരം ആൾ വീട്ടിൽ പോണ വഴിക്കും ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകണം. നിങ്ങൾ ഏതെങ്കിലും ഒരു സിനിമ കണ്ടു നോക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു സെയിം ജോലി ചെയ്തിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോണ സമയത്തും ആൾ ആ ഒരു മെഷീൻ വർക്ക് ചെയ്യണ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ബോറിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ വർക്ക് മസ്റ്റ് ബി ഡൈവേഴ്സിഫൈഡ് ആൻഡ് ഓഫ് വെറൈറ്റി ഓഫ് നേച്ചർ. ഓക്കെ, നെക്സ്റ്റ് മിസ് നേരത്തെ പറഞ്ഞതാണ് ദ വർക്ക് മസ്റ്റ് ബി എംപ്ലോയി സെൻറ്റേഡ്. എങ്ങനെയായിരിക്കണം? എംപ്ലോയി ആണ് ഒരു ഓർഗനൈസേഷൻ്റെ എസൻസ് എന്ന് പറയുന്നത്, സക്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ താല്പര്യങ്ങൾ എന്താണ്, ഇൻട്രസ്റ്റ് എന്താണ്, അതിനനുസരിച്ച് വേണം അവരുടെ വർക്ക് ഡിസൈൻ ചെയ്യാനായിട്ട്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ജോബ് ഡിസൈൻ. വെരി ഇമ്പോർട്ടൻറ്റ് 4 മാർക്ക് ക്വസ്റ്റ്യൻ. 3 factors: organizational, environmental and behavioral factors. Okay, thank you.